അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് ഇത്. പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര ഞാനൊരു ചാക്കിലാക്കി നട്ടിരിക്കുകയാണ്. നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചാക്കിലാക്കി ടെറസിൻ്റെ മുകളിൽ വെക്കാൻ. അപ്പോൾ ചാക്കിൽ ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും കുമ്മായം ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടിരുന്നു. എന്നിട്ട് കരിയില വാരിക്കൊണ്ട് വന്ന് അടിവളം കരിയിലയായിട്ടിട്ടു. അടിവളം കരിയില നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മണ്ണ് നിറച്ചിട്ട് ചാക്ക് കണ്ടോ, ചാക്കിൻ്റെ സൈഡിലെല്ലാം ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഈ ഹോളിലോട്ട് പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെ തിരികെ കയറ്റി. ഓരോ മൂലയിലും കണ്ടോ, ഓരോ സൈഡിലും ഞാൻ ഹോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര നമ്മൾ മുകളിലാണല്ലോ വെക്കുന്നത്, താഴെ വെക്കത്തില്ലല്ലോ. പൊന്നാങ്കണ്ണി ചീര താഴെ വെച്ചാൽ പട്ടിയോ പൂച്ചയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ വിസർജ്യം ചെയ്തളയും. അതുകൊണ്ട് നമ്മളിത് മുകളിൽ പൊക്കിയാണ് വെക്കുക. അപ്പോൾ ഈ പൊക്കി വെക്കുമ്പോൾ ഇതിങ്ങനെ വളർന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതെൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നി ചെയ്യുന്നതാണ്. ഇതാണ്ട ഓരോ ഹോളിലും ചാക്കിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഹോളാക്കിയപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 സ്ഥലത്ത് ഞാൻ സൈഡിലിങ്ങനെ ഹോളുണ്ടാക്കി പൊന്നാങ്കണ്ണി ചീര മുറിച്ച് നട്ടിട്ടുണ്ട്. നടുക്ക് ഭാഗത്ത് ഒരു 3-4 മൂടും കൂടി വെച്ച് കൊടുത്തു. ഇനി ഇത് വളരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് വളർന്നിങ്ങനെ പൊക്കത്തിൽ വെക്കുന്നത് കൊണ്ട് താഴോട്ട് വളർന്നിറങ്ങുമ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താവും നോക്കാം. ഇന്നിപ്പം ഞാൻ നട്ടതേ ഉള്ളൂ. ഒരു 3 ദിവസം ഇവിടെ ഇരുന്ന് വേര് പിടിച്ച ശേഷം ടെറസിൻ്റെ മുകളിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഇതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ മദർ പ്ലാന്റ്. ഇവിടെ ഇതാണ് മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കണ്ണിനൊക്കെ നല്ലതല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനൊന്നും വേണ്ട. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരു എക്സ്പ്ലനേഷനും വേണ്ട. അതാണ് പുരാതന കാലം മുതലേ അല്ലേ എല്ലാവരും കഴിച്ചു വരുന്ന, കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടുന്ന. അപ്പം നമുക്കിത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം വരാം.